ഇതൊക്കെ സൗദിയാണെന്ന് പറയത്തില്ല. ഈ സമ്മർ സീസണിൽ സൗദിയിലെ അബഹയിലെ ആർട്ട് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ യൂറോപ്യൻ വില്ലേജ് എന്ന് പറയുന്നത്. ആർട്ട് സ്ട്രീറ്റിൽ പോയപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ ഇതൊന്ന് നോട്ടീസ് ചെയ്തത്. ഇതൊക്കെ സൗദിയാണെന്ന് പറയത്തില്ല. ജസ്റ്റ് അവിടുത്തെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ടൊന്ന് കയറി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഒരു അബഹയിൽ വെച്ചിട്ട് നമ്മളൊരു യൂറോപ്പ് വില്ലേജ് കാണുന്ന ഒരു ഫീലായിരുന്നു അവിടെ. ഇവിടെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്സ് ആണ്. ശരിക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും, പിന്നെ ഇതാ കണ്ടില്ലേ ആ കാറ് തന്നെ ശരിക്കും ഭയങ്കര നൈസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ വഴികൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഷോപ്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. റൈഡ്സും ഉണ്ടായിരുന്നു അവിടെ. കുറേ ഷോപ്സും ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ കാണാൻ നിറയുണ്ടല്ലേ. ബാസ്കിൻ റോബിൻസ് കേട്ടപാടെ എനിക്ക് ക്രേവിങ് വന്നു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിപ്പോയി. പിന്നെ 2 ഫ്ലേവർ ഐസ്ക്രീം മേടിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കലായിരുന്നു. ഈ ട്രെയിനും കാർട്ടുമായിട്ട് അങ്ങനെ കുറേ വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആംബിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ അടിപൊളി ബിൽഡിങ്സ് ആയിരുന്നു. അത് ഈ കളർഫുൾ ബിൽഡിങ്സ്. പിന്നെ ഈ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ആനിമൽ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും എന്നെ അട്രാക്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയാണല്ലോ. പിന്നെ ഞാനതൊന്നും വെറുതെ വിട്ടില്ല. അങ്ങനെ പോണ പോക്കിലാണ് ഞാനൊരു ഹൊറർ ഹൗസ് അവിടെ നോട്ടീസ് ചെയ്തത്. ഹൊറർ ഹൗസ് എക്സ്പീരിയൻസ് വാസ് വെരി അടിപൊളി. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഹൊറർ ഹൗസിനകത്ത് എങ്ങനെ വീഡിയോ എടുക്കും? നമ്മളൊരു ക്ലബ് സാൻഡ്വിച്ച് മേടിച്ചു, പിന്നെ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്പേസ് തേടി അലയായിരുന്നു. കൊള്ളാല്ലേ, ഒരു ഡൂം പോലെ ഉണ്ട്. പിന്നെ വേഗം ഒരു സ്പേസ് തേടി പിടിച്ച് നമ്മൾ രണ്ടുപേരും പിന്നെ ആ ക്ലബ് സാൻഡ്വിച്ച് കഴിക്കലായി. പിന്നെ ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ റൈഡ്സിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. പക്ഷേ ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഈവനിങ് ടൈമായിരുന്നു അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് ശരിക്കും കുറച്ചും കൂടി നേരത്തെ പോയെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ടായിരുന്നു. ഇവിടെ കയറിയ പിന്നെ ടൈം എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയില്ല. ഭയങ്കര സ്പീഡായിട്ട് പോവുമായിരുന്നു. ഇവിടെ ഒരുപാട് സ്പോർട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ഫൺ ആക്ടിവിറ്റീസ് കുറേ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ലൈക്ക് ഞാനത് വിട്ടുപോയി. ബട്ട് ഇറ്റ് വാസ് റിയലി അടിപൊളി. അങ്ങനെ നമ്മൾ യൂറോപ്പ് വില്ലേജ് മൊത്തം കണ്ടു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വേർത്തി ആയിരുന്നല്ലേ. ഭയങ്കര നൈസായിരുന്നു കേട്ടോ. ഒരു എന്താ പറയാ, ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഹൊറർ ഹൗസ് ആയിരുന്നു. എനിക്ക് ഹൊറർ ഹൗസ് അടിപൊളിയായിരുന്നു. ശരിക്കും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾക്ക് പുറത്തു പോകാം. വിസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാക്സിമം നേരത്തെ വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഗൂഗിൾ പറയണ വെച്ചിട്ട് ജൂൺ 25 തൊട്ടിട്ട് ഓഗസ്റ്റ് 31 വരെയാണെന്ന് തോന്നുന്നു ഡേറ്റ് വെച്ചേക്കുന്നത്. സോ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.